വസാലിമാമിനോട് ശിഷ്യന്മാർ ചോദിച്ചു, ഉസ്താദേ, ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന മരണസമയത്തുള്ള വേദനയാണ്. അതുകൊണ്ട് ഉസ്താദേ, എന്തുകൊണ്ടാണ് മയ്യത്ത് കരയാത്തത് ഉസ്താദ്? എത്രയോ ആളുകൾ നമ്മുടെ മുമ്പിൽ നിന്ന് മരണപ്പെട്ടവരല്ലേ, എത്രയോ ആളുകൾ നമ്മുടെ കൺമുമ്പിൽ നിന്ന് മരണപ്പെട്ടത് കണ്ടതല്ലേ. ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദനയാണ് ആ മരണവേദന എന്നുള്ളത്. ആ മരണത്തിന്റെ വേദനയുടെ സമയത്ത് എന്തുകൊണ്ടാണ് ആ മയ്യത്ത് നിലവിളിക്കാത്തത്? മഹാനായ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുകയാണ്, അത് വല്ലാത്തൊരു അത്ഭുതമാണ് മക്കളെ. കാരണം എന്താണ്? നിങ്ങളെ ശരീരത്തിന് ചെറിയൊരു കാലിന് ചെറിയൊരു മുറിവ് പറ്റിക്കഴിഞ്ഞാല് ആ വേദന കാലിന്റെ ഭാഗത്താണ് നിങ്ങൾക്ക് അനുഭവിക്കുന്നത്. ആ വേദനയിൽ പങ്കുചേരാൻ നിങ്ങളെ കണ്ണുകൾക്ക് കഴിയുമല്ലോ. പക്ഷേ ശരീരത്തിൽ നിന്ന് രോഗനെ പിടിക്കുന്ന സമയത്ത് ശരീരം മുഴുവനായിട്ടും അങ്ങ് സ്തംഭിച്ചു പോവുകയാണ്. മാലാഖമാരെ കാണുന്ന നിമിഷത്തിൽ ആ ശരീരം അങ്ങ് കരയാൻ, കണ്ണുകളെ കരയാൻ മറന്നു പോവുകയാണ്. നമ്മുടെ എല്ലാ രോഗനെ പിടിക്കുന്ന സമയത്ത് മലക്കുകൾ വന്ന് നമ്മെ പിടിച്ചു വെക്കും. അത് മയ്യത്തല്ലാതെ നമ്മളാരും കാണൂല. പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്റെ മടിയിൽ കിടന്നുകൊണ്ടാണ് ലോകത്തോട് വിട പറഞ്ഞത്. കഴിഞ്ഞ റജബിലാണ് ഉമ്മ മരണപ്പെട്ടത്. അല്ലാഹു ആ ഖബറ് സ്വർഗമാക്കി കൊടുക്കട്ടെ. എത്രയോ മാതാപിതാക്കൾ മരിച്ചത് ലൈവായി കണ്ടവരാണ് നമ്മള്. ഈ പാവപ്പെട്ടവല്ല മടിത്തട്ടിൽ കിടന്നുകൊണ്ടാണ് എന്റെ ഉമ്മച്ചി ലോകത്തോട് വിട പറഞ്ഞത്. എന്റെ ഉമ്മ മരിക്കുന്ന സമയത്ത് ഞാൻ എന്റെ ഉമ്മാന്റെ സമീപത്തുണ്ടായിട്ടുണ്ട്. എന്റെ ഉമ്മയുടെ റൂഹനെ പിടിക്കുന്ന മാലാഖമാരെ കാണാ എനിക്ക് കഴിഞ്ഞിട്ടുള്ള ചെറുപ്പക്കാരാ. നിങ്ങളെ വാപ്പ മരിക്കുന്നത് നിങ്ങൾ കണ്ടതല്ലേ? നിങ്ങളെ ഉമ്മ മരിക്കുന്നത് നിങ്ങൾ കണ്ടതല്ലേ? നിങ്ങളെ കൂടപ്പിറപ്പ് മരണപ്പെട്ടത് എത്രയോ മരണങ്ങൾ ലൈവായി കണ്ടവരല്ലേ നമ്മള്? ആ സമയത്ത് മാലാഖമാരെ നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അല്ലാഹ്, അത് മയ്യത്ത് മാത്രം കാണുന്നതാണ്. അത് കൂടെയുള്ളവർക്ക് കാണാൻ കഴിയില്ല. അള്ളാഹു ആ സമയത്ത് സ്വർഗം കണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് തരട്ടെ. അങ്ങനെ 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 തൊണ്ടൻകുഴിയിൽ നിന്ന് ഇങ്ങനെ റോഹിനെടുക്കും. തൊണ്ടൻകുഴിയിൽ നിന്ന് റോഹിനെടുക്കുമ്പോ രണ്ട് ഭാഗത്തിലൂടെയും കടന്നു വരും ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, രണ്ട് ഇബ്ലീസ് കടന്നു വരും. നമ്മുടെ വലതു ഭാഗത്തിലൂടെ ഒരാളും ഇടതു ഭാഗത്തിലൂടെ ഒരാളും. വലതു ഭാഗത്തിലൂടെ ആര് കടന്നു വരും? നമ്മുടെ മരണപ്പെട്ടു പോയ വാപ്പയുടെ വേഷം ധരിച്ചിട്ട് വലതു ഭാഗത്തിലൂടെ ഒരു ഇബ്ലീസ് ഇങ്ങനെ കടന്നു വരും. മരണപ്പെട്ടു പോയ ഉമ്മയുടെ വേഷം ധരിച്ചിട്ട് ഇടതു ഭാഗത്തിലൂടെ ഒരു ഇബ്ലീസ് ഇങ്ങനെ കടന്നു വരും. അല്ലാഹുവേ, രണ്ട് ഭാഗത്തിലൂടെയും ഇബ്ലീസ് കടന്നു വന്ന് നമ്മുടെ ഈമാനെ തട്ടിയെടുക്കുകയാണ്. നമ്മുടെ മരണപ്പെട്ട വാപ്പയുടെയും ഉമ്മയുടെയും വേഷം ധരിച്ചുകൊണ്ടാണ് ആ പിശാചുകൾ കടന്നു വന്നിട്ട് പറയുകയാണ്, മോനെ, ഈ പാത്രത്തിലുള്ള വെള്ളം നീ കുടിക്കണം. വലതു ഭാഗത്ത് നമ്മൾ വിചാരിക്കും നമ്മുടെ വാപ്പയാണെന്ന്, ഇടതു ഭാഗത്ത് നമ്മൾ കരുതും കാണുമ്പോ നമ്മുടെ ഉമ്മയാണെന്ന്. പക്ഷേ നമ്മുടെ മാതാപിതാക്കളെ വേഷം ധരിച്ചുകൊണ്ട് ഇബ്ലീസ് കടന്നു വരുമെന്നാണ്. വെള്ളം തന്നിട്ട് പറയാണ്, നീ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകണം മോനെ. ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയതിന്റെ പേരിലാണ് എനിക്ക് അല്ലാഹു എന്റെ ഖബറിന്റെ അകത്ത് സ്വർഗം തന്നത് മോനെ എന്ന് പറഞ്ഞിട്ട് മരണസമയത്ത് വെള്ളം കാണിച്ചിട്ട് നമ്മുടെ ഈമാനെ തട്ടിയെടുക്കാൻ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെങ്കിലേ, അല്ലാഹുവേ, ആ ലഈനാകുന്ന ഇബ്ലീസിന്റെ ശർറിൽ ഞങ്ങൾക്ക് കാവൽ തരണേ അല്ലാഹ്. മഹാനായ സഅദുദ്ദീൻ അൽ ഗസാലി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ വലിയ മുദരിസാണ്, വലിയ മഹാനാണ്. ബഹുമാനപ്പെട്ടവർ വഫാത്താകുന്ന സമയത്ത് തന്റെ ശിഷ്യന്മാരെ സമീപത്ത് വന്നുകൊണ്ട് കലിമ ചൊല്ലി കൊടുക്കുകയാണ്. അല്ലാഹ്, മഹാനവറുകൾ എങ്ങനെ കലിമ ചൊല്ലുന്നതിന്റെ കിടക്ക് വെച്ച് പറയുകയാണ്, ഞാൻ ചൊല്ലൂല മക്കളെ. ശിഷ്യന്മാർക്ക് വല്ലാത്ത സങ്കടമായ, റബ്ബേ, ഞങ്ങളെ പഠിപ്പിച്ച സാധു ഉസ്താദാണ്, ഞങ്ങളെ പഠിപ്പിച്ച വലിയ മഹാനാണല്ലോ അല്ലാഹ്. ഈ മഹാനവറുകൾ എന്തുകൊണ്ടാണ് കലിമ ചൊല്ലൂല എന്ന് പറയുന്നതല്ലാഹ്?
അപ്പോഴാണ് മഹാനവറുകൾ വീണ്ടും അതാ മക്കളോട് പറയാണ്, മക്കളെ എനിക്ക് ഒന്നുകൂടി നിങ്ങൾ കലിമ ചൊല്ലി തരുമോ? ആ ശിഷ്യന്മാർ ചോദിച്ചു, ഉസ്താദേ നിങ്ങൾ ആദ്യം ഞങ്ങൾ കലിമ ചൊല്ലി തന്നപ്പോ നിങ്ങൾ ചൊല്ലൂല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ബഹുമാനപ്പെട്ടവരെ പറയുകയാണ്, നിങ്ങൾ കലിമ ചൊല്ലുന്നതിന്റെ കടയില് എന്റെ സമീപത്തേക്ക് ഇബ്ലീസ് വന്ന മക്കളെ. ഇബ്ലീസിന്റെ സമീപത്ത് വന്നുകൊണ്ട് എനിക്ക് എന്റെ ഈമാനിനെ പിഴപ്പിക്കാൻ വേണ്ടി എനിക്ക് ചില വചനങ്ങൾ പറഞ്ഞു തന്ന മക്കളെ. ആ ഇബ്ലീസിനോടാണ് ഞാൻ ചൊല്ലൂല എന്ന് പറഞ്ഞത്. അല്ലാഹുവേ, മഹാന്മാരെ സമീപത്തൊക്കെ ഇബ്ലീസ് അകത്തുള്ളവരെ കടന്നു എന്നിട്ട് അവരുടെ വിലപിടിപ്പുള്ള ഈമാനെ തട്ടിയെടുക്കാൻ ശ്രമിച്ചവരാണ്. ഈ ഈമാന് കുറഞ്ഞ നമ്മള്, നമസ്കാരം കുറഞ്ഞ നമ്മള്, ഇബാദത്തിന്റെ ഈമാനിന്റെ കട്ടി കഴിഞ്ഞ നമ്മള്, അല്ലാഹുവേ എന്നാൽ സാലിഹീങ്ങളെ മഹബത്ത് വെക്കുന്നവരാണ് അല്ലാഹ്. ഞങ്ങളെ പണ്ഡിതന്മാരെ ആദരിക്കുന്നവരാണ് നാഥാ. പരിശുദ്ധമായ ശഅബാനിന്റെ ബറാഅത്തിനാമുള്ള ബർക്കത്ത് കൊണ്ട് മരിക്കുന്ന സമയത്ത് ഇബ്ലീസിന്റെ ശർറിൽ നിന്ന് ഞങ്ങൾക്ക് കാവൽ തരണേ തമ്പുരാനേ.